സദ്വശരണം നമ്മുടെ പൗർണമി ദിനത്തിൽ ഇന്നലെ 29/6/2026 പൗർണമി ദിനത്തിൽ ഗുരുവിൻ്റെ പേരിൽ പൂലന്തറ തീപ്പുകൽ വാർഡിൽ, അതായത് ഗുരുവിൻ്റെ പ്രസ്ഥാനമായ ശാന്തിഗിരി ആശ്രമം നിലനിൽക്കുന്ന 3 വാർഡുകളാൽ ചുറ്റപ്പെട്ടാണ്. ഒന്ന് ശാന്തിഗിരി വാർഡ്, ഒന്ന് പൂലന്തറ വാർഡ്, മറ്റൊന്ന് തീപ്പുകൽ വാർഡ്. അപ്പോൾ ആ 3 വാർഡിൽ നിന്ന് ഉചിതമായ ആൾക്കാർ, അതിലൊരു വാർഡിൽ ആളില്ലായിരുന്നു, 2 വാർഡുകളിൽ നിന്നും, അതായത് ശാന്തിഗിരി വാർഡിൽ നിന്നും തീപ്പുകൽ വാർഡിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്തിട്ട് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ, അപ്പോൾ ശാന്തിഗിരി വാർഡിലെ മെമ്പറായ ഉഷ ചേച്ചിക്ക് കൊടുത്തുകൊണ്ട് ഈ വീൽചെയറിൻ്റെ 2 വീൽചെയർ ഉദ്ഘാടനം ചെയ്യുകയും അത് അവരവരുടെ വീടുകളിൽ കൊണ്ട്, തീപ്പുകൽ വാർഡിലെയും ശാന്തിഗിരി വാർഡിലെയും 2 വ്യക്തിത്വങ്ങളുടെ ആ വീടുകളിൽ കൊണ്ടുപോയി സംഘടന ജനറൽ സെക്രട്ടറിയായ സതികുമാർ എം, സംഘടനയുടെ ഫിനാൻസ് സെക്രട്ടറിയായ ഡോക്ടർ ബീന ചേച്ചിയും ഞങ്ങൾ ഉൾപ്പെടെ കൊണ്ട് കൊടുക്കുകയുണ്ടായി. പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, പിന്നെ ആശാവർക്കറായ മല്ലിക ചേച്ചി, പിന്നെ എൻ്റെ ഭാര്യയായ ജനമാത. ഞങ്ങൾ ഇത്രയും പേരാണ് നേരിട്ട് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ആ വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ കൊടുത്തതിൻ്റെ വീഡിയോ ഇടുന്നില്ല, കാരണം നമ്മൾ അത് കൊടുത്തു എന്നുള്ളൊരു രേഖയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ സംഘടനാ തലത്തിലുള്ള ആൾക്കാരുടെ സ്വരൂപിച്ചുകൊണ്ട്, കാരണം ഗുരുവിൻ്റെ ആശയം എന്ന് പറയുന്നത് അന്നദാനം, ആതുര സേവനം, ആത്മബോധനം, അതായത് വിശക്കുന്നതിന് ഭക്ഷണവും കൂടാതെ ആതുര സേവനം, കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇന്ന് നടക്കാത്തതും ഗുരുവിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നതും അത്തരം കാര്യങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആത്മബോധനം. കാരണം ജീവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ജീവൻ്റെ മുക്തിക്കും മോക്ഷത്തിനൊക്കെ വേണ്ടി കിട്ടുന്നതാണ്, അതിനുള്ള അറിവാണ് ആത്മബോധനം. ഇത്രയും കാര്യങ്ങളാണ് ഗുരുവിൻ്റെ ആശയപരമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂന്നിയാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം പ്രവർത്തിക്കുന്നത്. അപ്പോൾ മെമ്പർക്ക് നമ്മൾ അത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ മാത്രം ഇവിടെ ഇടാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണം, കാരണം ശാന്തിഗിരിയാൽ പറ്റിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പണവും സ്ഥാപനജംഗമ വസ്തുക്കളും ഒക്കെ പറ്റിച്ച് മേടിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഗുരുവിൻ്റെ ആശയവും മാതൃകയും അതെല്ലാം പൊതുസമൂഹത്തിനെയും ലോകത്തിനെയും ബോധ്യപ്പെടുത്തുന്നതിനും, പിന്നെ അതിനെല്ലാം അങ്ങനെ ഒരു അത്തരത്തിലുള്ളൊരു ശാപം ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിനോ ഗുരുവിൻ്റെ പേരിലോ അത് വരാൻ പാടില്ലാത്തത് കൊണ്ടും നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ഇനി ചെയ്യുന്നുണ്ട്. സംഘടനാ രീതി തന്നെ ചെയ്യുന്നത്. ഗുരുവിൻ്റെ 100ാമത് ജയന്തിക്ക് ശാന്തിഗിരിയിൽ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി ഒരുപാട് ആൾക്കാരുടെ വസ്തുക്കൾ പറ്റിച്ചുകൊണ്ട് ആ ഒരു ശാപം മാറുന്നതിന്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പേരിൽ അങ്ങനെ ഒരു പേരുദോഷം മാറുന്നതിനായിട്ട് നമ്മൾ ഒരു വീട് വെച്ച് നൽകുന്നുണ്ട്. ഒട്ടനവധി ഇനി അടുത്ത വർഷങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ വർഷം ഈ ഗുരുവിൻ്റെ 100ാമത് അതായത് ജന്മശതാബ്ദിക്ക്, 100ാമത് ജയന്തി കൂടാതെ ആ ജന്മശതാബ്ദിക്ക് ആണ് നമ്മൾ ഒരു വീട് നൽകുന്നത്. അത്യാവശ്യം നല്ലൊരു വീടായിരിക്കും കൊടുക്കുന്നത്. അതും ഏറ്റവും കൂടുതൽ പ്രയോജനം എന്ന് പറഞ്ഞാൽ ശാന്തിഗിരിയിൽ നിന്ന് പറ്റിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് അതിനൊരു മാനദണ്ഡം. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് മറ്റുള്ള രീതിയിൽ ഏറ്റവും പാവപ്പെട്ടവരായ കേരളത്തിൽ എവിടെയും ആർക്കെങ്കിലും ഒരു നല്ല ഏറ്റവും അനുയോജ്യം നമ്മളുടെ മുൻപിൽ വരുന്ന ആ ഒരു അപേക്ഷ വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞെറുക്കെടുത്ത് നമ്മളൊരു വീട് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ചെറിയ കർമ്മം ചെയ്യാൻ പറ്റിയതിൻ്റെ ആ ഒരു നിറഞ്ഞ സന്തോഷത്തോടുകൂടി ആ വീഡിയോ കാണാം. സത്യശരണം ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ സംഘടനയായ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ എന്ന സംഘടന ഇത് ഈ പ്രാവശ്യം പൗർണമിക്ക് 2 വീൽ ചെയറുകൾ കൊടുക്കുകയാണ്. അത് നമ്മുടെ വാർഡ് മെമ്പറായ ശാന്തിഗിരി വാർഡ് മെമ്പറായ ഉഷ ചേച്ചിയാണ് ഉഷയെ ഏൽപ്പിക്കുന്നത്. 2 വാർഡുകളിലേക്കായാണ് ഈ വീൽ ചെയർ 2 അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഏൽപ്പിക്കുന്ന ഒരു കർമ്മമാണിത്. ഈ ബാക്കി 2 വാർഡ് മെമ്പറായ സ്റ്റേജ് പറയും. ഗുരുധർമ്മ സംരക്ഷണ സംഘം നാളെയും ഇതുപോലെ നല്ല പ്രവർത്തികൾ ചെയ്യട്ടെ.